ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഡയറിയിൽ മീഡിയം വോൾട്ടേജ് ഇൻസ്റ്റലേഷൻ, അതായത് സ്വിച്ച് ബോർഡുകളും ഡിസ്ട്രിബ്യൂഷൻ ബോർഡുകളും. സ്വിച്ച് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാനലുകളാണ്. സബ് സ്വിച്ച് ബോർഡ്, മെയിൻ സ്വിച്ച് ബോർഡ്, മെട്രോയിലൊക്കെ ടെർമിനൽ സ്വിച്ച് ബോർഡ് എന്ന് വിളിക്കുന്നു, ചിലയിടത്ത് LT പാനൽസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ആ ഒരു കാര്യങ്ങളുടെ ഡീറ്റെയിലാണ് പറഞ്ഞേക്കുന്നത് ഇതിൻ്റെ അകത്ത്. അപ്പോൾ പാനലിന് മെയിനായിട്ട് ഒരു ഇൻകമർ ഉണ്ടാവും. ഒന്നിലധികം ഇൻകമറുള്ള പാനലും ഉണ്ട്, ജനറേറ്ററിൻ്റെ കണക്ഷൻ വരുന്നത്. അപ്പോൾ അതിവിടെ മൾട്ടിപ്പിൾ ട്രാൻസ്ഫോമറുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്നിലധികം ഇൻകമർ ഉണ്ടാവാം. എന്തായാലും അങ്ങനെ ഇൻകമിങ് ഉണ്ടാവും, ഔട്ട് ഗോയിങ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഫസ്റ്റ് പോയിന്റ് പറയുന്നത്, ഇൻ കേസ് ഓഫ് ഔട്ട് ഗോയിങ് സർക്യൂട്ട്സ് ഫ്രം ദ സ്വിച്ച് ബോർഡ് വേർ ദ കറണ്ട് റേറ്റിംഗ് എക്സീഡ് 63 ആംപിയർ, കണക്ഷൻ the bus bar chamber and the automatic circuit breaker or switch fuse or any other control gear shall be made of only by solid connections. അതായത് നമ്മുടെ 63 ആംപിയറിൽ കൂടുതൽ എക്സീഡ് ചെയ്യുന്ന ഒരു ഔട്ട് ഗോയിങ് ഉള്ള അല്ലെങ്കിൽ ലോഡുള്ള ഒരു സ്വിച്ച് ബോർഡിൻ്റെ അകത്ത് നമ്മൾ ബസ് ബാറിൻ്റെ കണക്ഷൻസ് എല്ലാം സോളിഡ് ആയിട്ടുള്ള, അതായത് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വയറുകൾ അതിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പം നമ്മുടെ DVയുടെ അകത്തൊക്കെ കണക്ഷൻസ് എല്ലാം ഫ്ലെക്സിബിൾ കേബിളൊക്കെ യൂസ് ചെയ്ത് നമ്മൾ ചെയ്യാറുണ്ട് DVയുടെ അകത്തുള്ളതെല്ലാം. അത് ഇതിന് ഈ പറഞ്ഞ 61 ആംപിയർ എക്സീഡ് ചെയ്യണത് ചെയ്യാൻ പാടില്ലെന്നാണ് പറയുന്നത് സ്വിച്ച് ബോർഡുകളിൽ. ഇനി നമ്മൾ ഇതിൽ പ്രധാന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ബസ് ബാറാണ്. അപ്പോൾ ബസ് ബാറിൻ്റെ കറണ്ട് ക്യാരി ചെയ്യാനുള്ള അതിൻ്റെ ഒരു കപ്പാസിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ആംപിയർ പെർ mm². അപ്പോൾ നമ്മുടെ കറണ്ട് ഡെൻസിറ്റി ഇൻ ബസ്സസ് ഷാൽ നോട്ട് എക്സീഡ് 1.2 ആംപിയർ പെർ mm² ഫോർ കോപ്പർ. അപ്പോൾ കോപ്പറിൻ്റെ 1.2 ആംപിയർ പെർ mm² എടുക്കും, അലുമിനിയത്തിൻ്റെ 0.8 ആംപിയർ പെർ mm² എടുക്കും എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ബസ് ബാർ സെലക്ട് ചെയ്യുമ്പോൾ മിനിമം അലുമിനിയം ആണ് എടുക്കണമെങ്കിൽ 6 mm കുറഞ്ഞ തിക്നെസ് ഉള്ള അലുമിനിയം ബസ് ബാർ നമ്മൾ സെലക്ട് ചെയ്യാണ്ടിരിക്കുകയാണ് ചെയ്യേണ്ടത്. 6 mm ആണ് മിനിമം തിക്നെസ്. അപ്പോൾ ഞാൻ ബസ് ബാറിൻ്റെ ഒരു വീഡിയോയിൽ അതിൻ്റെ തിക്നെസ്സും അതിൻ്റെ വിഡ്ത്തിനെ പറ്റി ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു, അതിൻ്റെ ഒരു കാൽക്കുലേഷനെ പറ്റി ഒരു ഐഡിയ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലേക്ക് വീണ്ടും പോകുന്നില്ല. ഇനി നമ്മൾ ഇൻകമർ ACB ആണ് ഉപയോഗിക്കുന്നതെന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഔട്ട് ഗോയിങ്ങിൻ്റെ സ്വിച്ച് റേറ്റിംഗ് ഷാൽ നോട്ട് ബി ലെസ് ദാൻ 1/3 ഓഫ് ദ ഇൻകമർ സെറ്റിംഗ്. അപ്പോൾ ഔട്ട് ഗോയിങ് ഇൻകമറും തമ്മിലുള്ള കുറച്ച് ബന്ധങ്ങളാണ് പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് ഞാൻ വേറൊരു വീഡിയോ ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് സൂപ്പർവൈസർ ഗ്രേഡ് എക്സാമിന് വേണ്ടിയുള്ളതിൽ, അതിൽ ഞാനിതിന് സമ്മറി ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഇതിൽ പറയുകയാണ്. അപ്പോൾ ACB ഇൻകമറായിട്ട് ഉപയോഗിക്കുമ്പോൾ ഔട്ട്ലെറ്റ് സ്വിച്ചിൻ്റെ വാല്യൂ മിനിമം അതിൻ്റെ 1/3, അതായത് 300 ആംപിയറിൻ്റെ എക്സാമ്പിൾ പറയുകയാണ്. 300 ആംപിയറിലാണ് ACB സെറ്റ് ചെയ്തേക്കണമെങ്കിൽ 100 ആംപിയറിൻ്റെ സ്വിച്ചെങ്കിലും മിനിമം അതിൻ്റെ ഔട്ട് ഗോയിങ്ങിൽ ഉണ്ടാവണമെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ സ്വിച്ചിൻ്റെ റേറ്റിംഗ് കേട്ടോ ഇത് പറയുന്നത്. സ്വിച്ചൊക്കെ മിനിമം എത്ര വേണം, മാക്സിമം എത്ര വേണമെങ്കിലും പോകാം സ്വിച്ചിൻ്റെ കേസ്. ഫ്യൂസിൻ്റെ കേസൊക്കെ നേരെ തിരിച്ചാണ്. ഇനി MCCB ആണ് ഇൻകമറായിട്ട് ഉള്ളൊരവസ്ഥയാണ് പറഞ്ഞേക്കുന്നത്, അടുത്ത പോയിന്റ് നമ്പർ 4 പറഞ്ഞേക്കുന്നത്. അപ്പോൾ സ്വിച്ചിൻ്റെ റേറ്റിംഗ് ആ ഒരു ടൈമിൽ 1/5 എങ്കിലും മിനിമം വേണം എന്നാണ് പറയുന്നത്. അതായത് ഉദാഹരണത്തിന് നമ്മുടെ MCCB 100 ആംപിയർ ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഔട്ട് ഗോയിങ്ങിലുള്ള MCCB ഇൻകമർ 100 ആംപിയറിൻ്റെ ഇൻകമർ ആണെങ്കിൽ ഔട്ട് ഗോയിങ് മിനിമം ഒരു 20 എങ്കിലും വയ്ക്കണം എന്നാണ് അതിൽ നിന്ന് അർത്ഥമാക്കുന്നത്. ഇനി അടുത്ത് പറയുന്നത് ഫ്യൂസിൻ്റെയാണ്. അപ്പോൾ നമ്മുടെ ഔട്ട്ലെറ്റിലുള്ള ഫ്യൂസിൻ്റെ മിനിമം റേറ്റിംഗ് 3/1 കുറയാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇൻകമർ MCCB ACB ആണെങ്കിലും ഫ്യൂസിൻ്റെ ആ ഒരു റേറ്റിംഗ് 1/3, അതായത് ഇപ്പോൾ 600 ആംപിയറിൻ്റെ അല്ലെങ്കിൽ 900 ആംപിയറിലാണ് ACBയോ MCCBയോ സെറ്റ് ചെയ്ത് വെച്ചേക്കണമെങ്കിൽ അതിൻ്റെ 1/3. അപ്പോൾ മിനിമം ഒരു 300 ആംപിയറിൻ്റെ മിനിമം അല്ല മാക്സിമം അതിനപ്പുറം പോകാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണം ഇത്രേ ഉള്ളൂ, നമ്മുടെ ഇന്നും ഔട്ടും തമ്മിലൊരു ഡിഫറൻസ്. അത് ഇൻകമർ ഔട്ട് ഗോയിങ് സെറ്റിങ്ങുകൾ അല്ലെങ്കിൽ ഫ്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ കൂടുതൽ കറണ്ട് പോകുമ്പോൾ അടിച്ചു പോകേണ്ട സാധനമാണല്ലോ. അപ്പോൾ നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് ഉള്ള, അതായത് ഇൻകമർ ഔട്ട് ഗോയിങ് തമ്മിലുള്ള ഈ പറഞ്ഞ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ഒരു പക്ഷേ എന്തെങ്കിലും ലോഡിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മെയിൻ ACBയോ അല്ലെങ്കിൽ MCCBയോ ട്രിപ്പ് ആവാനുള്ള സാധ്യത ഇതിൽ കൂടും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു റേഷ്യോ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ACB ആണ് ഇൻകമറെങ്കിൽ ഔട്ട് ഗോയിങ്ങിൽ MCCB അല്ലെങ്കിൽ ACB ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് 80% വരെ കയറ്റി വയ്ക്കാൻ പറ്റും. അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഉദാഹരണം വെച്ച് പറയാൻ ശ്രമിക്കുകയാണ്. 1000 ആംപിയറിൻ്റെ ഇൻകമർ ACB ആണെങ്കിൽ ഔട്ട് ഗോയിങ്ങിലുള്ള
ACB ആയിക്കോട്ടെ അല്ലെങ്കിൽ MCCB ആയിക്കോട്ടെ മാക്സിമം 800 ആംബിയർ വരെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ഫ്യൂസ് ആകുമ്പോൾ മീൻസ് ഔട്ട് ഗോയിങ്ങിൽ ഇൻകമർ ACBയും ഔട്ട് ഗോയിങ്ങും ഫ്യൂസായിട്ട് സ്വിച്ച് ഫ്യൂസ് യൂണിറ്റൊക്കെ വരുമ്പോഴത്തേക്ക് അത്രയും അടുപ്പിച്ച് വയ്ക്കാൻ പറ്റില്ല. 1000 ആംബിയറിൻ്റെ ഇൻകമർ ACBയും ഔട്ട് ഗോയിങ് 800 വച്ച പോലെ നമുക്ക് വയ്ക്കാൻ പറ്റില്ല. അവിടെ നമുക്ക് വളരെ അതിൻ്റെ 1/3 കിടന്നൊക്കെ ഒരു 300ൻ്റെ അടുത്തൊക്കെ വയ്ക്കാൻ പാടുള്ളൂ. അപ്പോൾ അതാണ് ഈ ട്രിപ്പ് ആവാൻ വേണ്ടി അല്ലെങ്കിൽ ഫ്യൂസ് പോകുമ്പോൾ മറ്റേ ACB ട്രിപ്പ് മെയിൻ ഇൻകമർ ട്രിപ്പ് ആവാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ അത് പറയുന്നത്. അപ്പോൾ if MCCB is provided as incomer, the maximum current setting of MCCB proposed as outlets in switchboard shall be half the incomer MCCB setting. അതായത് MCCB ഇൻകമർ ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഔട്ട് ഗോയിങ് ആയിട്ടുള്ള MCCBകളും മാക്സിമം അതിൻ്റെ പകുതി വരാൻ പാടുള്ളൂ. അതായത് 100 ആംബിയറിൻ്റെ MCCB സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 50 ആംബിയർ MCCB ഔട്ട് ഗോയിങ് വരാൻ പാടുള്ളൂ. ഇതെല്ലാം സെറ്റിങ്ങിലാട്ടോ. എൻ്റെ എത്രയിൽ സെറ്റ് ചെയ്തേക്കണു MCCB അതിൻ്റെ ബേസ് ചെയ്താണ്. In case of transformers of rating above 1600 kV, only extra current limiting type MCCB recommended as outlets of MSB to limit the fault level at the downstream. അതായത് 1600 kV എബവ് ഉള്ള ട്രാൻസ്ഫോമർ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഔട്ട് ഗോയിങ് MCCB എല്ലാം എക്സ്ട്രാ കറണ്ട് ലിമിറ്റിംഗ് ടൈപ്പ് MCCB വേണം ഉപയോഗിക്കാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ട്രിപ്പിങ്ങിൻ്റെ ഒക്കെ ഒരു കാര്യം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. In case of switchboards connected to 1600 kV transformer, the minimum outlet switch rating shall be 630. 1600 kV ട്രാൻസ്ഫോമറിലേക്ക് നമ്മൾ സ്വിച്ച് ബോർഡ്സ് കണക്ട് ചെയ്തിട്ട് അതിൽ നമ്മൾ സ്വിച്ച് ഫ്യൂസ് യൂണിറ്റാണ് ഉപയോഗിക്കണമെങ്കിൽ മിനിമം ഔട്ട്ലെറ്റ് സ്വിച്ച്, അതായത് ഔട്ട് ഗോയിങ് സ്വിച്ചിൻ്റെ മിനിമം റേറ്റിംഗ് 630 വേണം എന്നാണ് പറയുന്നത്. ഇനി 1250 kV ട്രാൻസ്ഫോമർ ആണിലേക്ക് കണക്ട് ചെയ്തേക്കുന്ന സ്വിച്ച് ബോർഡാണെന്ന് കരുതുക. അപ്പോൾ അതിൽ 400 ആംബിയറിൻ്റെ സ്വിച്ച് ആണ് മിനിമം ഉപയോഗിക്കേണ്ടത് എന്നും കൂടി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ അതാണ് 10 പോയിൻറ്റ്സാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി അടുത്ത് പറയുന്ന MCCB ACB മേ ബി പെർമിറ്റഡ് ആസ് ഔട്ട്ലെറ്റ്സ് ഇൻ MSB മീൻസ് മെയിൻ സ്വിച്ച് ബോർഡ് റെസ്പെക്റ്റീവ് ഓഫ് ദ റേറ്റിംഗ് ഓഫ് ദ ട്രാൻസ്ഫോമർ ടു വിച്ച് ദ ബോർഡ് ഈസ് കണക്റ്റഡ്. അതായത് നമ്മൾ MCCB ACB ഒക്കെയാണ് ഉപയോഗിക്കണമെങ്കിൽ ട്രാൻസ്ഫോമറിൻ്റെ റേറ്റിംഗ് നോക്കാതെ നമുക്ക് അവിടുത്തെ ആവശ്യമനുസരിച്ചുള്ള റേറ്റിംഗ് ഇടണം എന്തായാലും. എന്നാൽ MCCB ACB നമുക്ക് ഇത്ര വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല അത് ഉപയോഗിക്കാൻ. ബട്ട് ദീസ് MCCB ACB ഷാൽ ഹാവ് ICS വാല്യൂ അബോവ് ദ പ്രോസ്പെക്റ്റീവ് ഫാൾട്ട് കറണ്ട്. നമ്മൾ MCCB ACB എത്ര റേറ്റിങ്ങിനും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ MSBയിൽ അതിൽ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ സ്വിച്ച് ഫ്യൂസ് യൂണിറ്റ് ഉപയോഗിക്കുമ്പോൾ അതിൽ സ്വിച്ചിന് വേണ്ട മിനിമം മാനദണ്ഡം പോലെ ഒന്നും കൊടുത്തിട്ടില്ല. എന്നിരുന്നാലും ഇതിൻ്റെ അകത്ത് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ഉണ്ടാവില്ല. നമ്മൾ ഫാൾട്ട് ലെവൽ കാൽക്കുലേഷൻ ചെയ്യും. അപ്പോൾ അവിടുത്തെ ഫോൾട്ട് സർക്യൂട്ട് കറണ്ടായ ICS ആ വാല്യൂ മിനിമം മീറ്റ് ചെയ്യുന്ന രീതിയിൽ MCCBയും ACBയും ഉപയോഗിക്കണം. അതായത് ഒരു MCCBയിൽ അങ്ങനെ കുറച്ച് വാല്യൂസും കൂടി ഉണ്ട്. മെയിൻ അതിൻ്റെ റേറ്റഡ് കറണ്ടും അതിൻ്റെ സെറ്റ് ചെയ്ത കറണ്ട് കൂടാതെ ICS ICU എന്നൊക്കെ പറഞ്ഞ കുറച്ച് വാല്യൂസും കൂടി ഉണ്ട്. അത് ഷോർട്ട് സർക്യൂട്ട് കറണ്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ മിനിമം ആ ഒരു ഇത് മീറ്റ് ചെയ്യുന്ന രീതിയിൽ ചെയ്യണം എന്നാണ് പറയുന്നത്. MCCBs that cut off fault current below its rated ICS value are classified as extra current limiting. അപ്പം നമ്മൾ നേരത്തെ എക്സ്ട്രാ കറണ്ട് ലിമിറ്റിംഗ് എന്ന് പറഞ്ഞൊരു വാക്ക് കേട്ടിരുന്നു MCCB യൂസ് ചെയ്യണം എന്നുള്ളത്. അത് എന്താണെന്ന് വെച്ചാൽ ICS എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ 25 kA എന്ന് പറഞ്ഞാൽ ഇത്ര 25,000 ആംബിയറിലൊക്കെ ഫാൾട്ട് കറണ്ട് വരെ വിസ്റ്റാൻഡ് ചെയ്യാനുള്ളത് അതൊക്കെയാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കറണ്ടിന് മുന്നേ കറണ്ടിനും ബിലോ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് MCCB പെട്ടെന്ന് ട്രിപ്പ് ചെയ്യാനുള്ള സാഹചര്യമുള്ള MCCB ആണ് എക്സ്ട്രാ കറണ്ട് ലിമിറ്റിംഗ് ടൈപ്പ് എന്ന് വിളിക്കുന്നത്. MCCBs provided in sub switch boards may be extra current limiting type to limit the fault level at the downstreams. അപ്പോൾ നമ്മുടെ സബ് സ്വിച്ച് ബോർഡ്, മെയിൻ സ്വിച്ച് ബോർഡ്, സബ് സ്വിച്ച് ബോർഡ് അങ്ങനെയാണ് പാനലുകൾ ഉണ്ടാവുക. ഏറ്റവും മെയിൻ പാനൽ മെയിൻ LT പാനലിൽ നിന്നോ ME പാനലിൽ നിന്നോ MSB മെയിൻ സ്വിച്ച് ബോർഡെന്നോ അല്ലെങ്കിൽ ടെർമിനൽ സ്വിച്ച് ബോർഡ് അങ്ങനെ പല പേരുകളിൽ നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്ന ബാക്കിയുള്ള പാനലുകളെ സബ് സ്വിച്ച് ബോർഡെന്നോ അല്ലെങ്കിൽ അവിടുത്തെ ആവശ്യമനുസരിച്ച് എന്താണ് ചിലപ്പോൾ ചില്ലർ പാനലെന്നോ അങ്ങനെ പല രീതിക്കൊക്കെ വിളിക്കാം. അപ്പോൾ അങ്ങനെയുള്ള പാനലുകൾക്ക് എക്സ്ട്രാ കറണ്ട് ലിമിറ്റിംഗ് ടൈപ്പ് MCCB തന്നെ ഉപയോഗിക്കണം. ഈ ഫാൾട്ട് കറണ്ട് ലിമിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ട കേസാണ് പറയുന്നത്. വെൻ എക്സ്ട്രാ കറണ്ട് ലിമിറ്റിംഗ് ടൈപ്പ് MCCBs are used, size of the downstream cables can be reduced based on maximum lead through energy of MCCB during short circuit current. ഇങ്ങനെ ചെയ്യണതിൻ്റെ ഉദ്ദേശം ആണ് പോയിന്റ് നമ്പർ 13 പറയുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കേബിളിൻ്റെ സൈസ് ഈ ഫാൾട്ട് കറണ്ടിനെ വിസ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിൽ വേണം എടുക്കണമല്ലോ. അപ്പോൾ ഫാൾട്ട് കറണ്ട് അധികം വരാണ്ട് ഇവൻ കട്ട് ഓഫ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടുത്തെ കേബിൾ സൈസ് നമുക്ക് കാര്യമായിട്ട് റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി നമുക്ക് അവിടെ കിട്ടും. അതാണ് ഈ പോയിന്റ് നമ്പർ 13 പറയുന്നത്. When extra current limiting type
MCCBs are used, breakers of lower ICS value may be permitted at downstreams. നമ്മൾ ഈ എക്സ്ട്രാ കറണ്ട് ലിമിറ്റിംഗ് ടൈപ്പ് MCCB യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന ഔട്ട് ഗോയിങ്ങിലും അല്ലെങ്കിൽ ഡൗൺ സ്ട്രീം എന്ന് ഉദ്ദേശിച്ചതാണ് അടുത്ത പാനലുകളൊക്കെ വരുമ്പോൾ അവിടെയൊക്കെ അതിൻ്റെ ലോവർ വാല്യൂ ഉള്ള ICS വാല്യൂ ഉള്ള ഇത് നമുക്ക് യൂസ് ചെയ്യാം, അതിന് പ്രശ്നമില്ല. അപ്പോൾ അതാണ് അവിടെ പറയുന്നത്. ഐദർ 50% ഓഫ് ICS വാല്യൂ ഓഫ് എക്സ്ട്രാ കറണ്ട് ലിമിറ്റിംഗ് ടൈപ്പ് MCCB ഓർ പ്രൊസ്പെക്റ്റീവ് ഫാൾട്ട് കറണ്ട് അറ്റ് ദ ലൊക്കേഷൻ വിച്ച് എവർ ഈസ് ലെസ് മേ ബി അഡിക്കേറ്റ് ഫോർ ദ ബ്രേക്കേഴ്സ് അറ്റ് ദ ഡൗൺ സ്ട്രീം. അപ്പോൾ നമ്മൾ ICS വാല്യൂ അവിടുത്തെ എത്രയാണെന്ന് നോക്കുക, അല്ലെങ്കിൽ ഫാൾട്ട് കറണ്ട് എത്രയാണെന്ന് നോക്കുക, അതിൽ അതിൻ്റെ 50% ഏതാണോ കുറവ് ആ ഒരു വാല്യൂവിൽ വരുന്ന ബ്രേക്കർ നമ്മൾ ഡൗൺ ആയിട്ടുള്ള അടുത്തടുത്ത പാനലുകളിൽ ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. When ordinary MCCBs are used, cables at downstream shall have a capacity to withstand prospective fault current for a minimum time of 100 milliseconds. അതായത് സാധാരണ MCCB യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഡൗൺ സ്ട്രീമിൽ ഉപയോഗിക്കുക, അതായത് ബാക്കിയുള്ള അടിയിൽ ഓരോ വരുന്ന പാനലിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് നമ്മുടെ ഫാൾട്ട് കറണ്ട് അവിടെ കാൽക്കുലേറ്റ് ചെയ്ത ഫാൾട്ട് കറണ്ട്, അതായത് പ്രൊസ്പെക്റ്റീവ് ഫാൾട്ട് കറണ്ട് എന്ന് പറയുന്നത്, ആ കറണ്ട് വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി വേണം. അത് വെറുതെ വിസ്റ്റാൻഡ് ചെയ്താൽ മാത്രം പോരാ, മിനിമം 100 മില്ലിസെക്കൻഡെങ്കിലും വിസ്റ്റാൻഡ് ചെയ്യണം. അത്രയും കപ്പാസിറ്റി ഉള്ള ഒരു സാധനം വേണം നമ്മൾ ഉപയോഗിക്കാൻ. ആൻഡ് ബ്രേക്കേഴ്സ് യൂസ്ഡ് അറ്റ് ദ ഡൗൺ സ്ട്രീം ഷാൽ ഹാവ് ICS വാല്യൂ ഈക്വൽ ടു ഓർ അബവ് ദി പെർസ്പെക്റ്റീവ് ഫാൾട്ട് കറണ്ട്. നോർമൽ MCCB ഉപയോഗിക്കുമ്പോൾ ഈ പറഞ്ഞ അവിടുത്തെ ഫാൾട്ട് കറണ്ട് മിനിമം 100 മില്ലിസെക്കൻഡ് വിസ്റ്റാൻഡ് ചെയ്ത് നിൽക്കുകയും വേണം. എന്നിട്ട് അവിടുത്തെ ICS വാല്യൂവിന് ഈക്വലായിട്ടോ അതിന് മുകളിലുള്ള ഒരു വാല്യൂ ഉള്ള ഒരു സ്വിച്ച് ഗിയർ ആയിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ. In case of breaker controlled switching centers, even though outlet rating is fixed as 1/3 of the incomer setting, the feeder can be derated by reducing the fuses as per requirements. അപ്പോൾ നമ്മൾ ബ്രേക്കർ വെച്ച് ഇങ്ങനെ സ്വിച്ചിങ് സെൻറ്റർ എന്ന് വെച്ചാൽ ഓൺ ഓഫ് അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയുള്ള മൾട്ടിപ്പിൾ ഇൻകമറൊക്കെ ഉള്ള അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ സ്വിച്ച് റേറ്റിംഗ് 1/3 ഓഫ് മിനിമം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ അതിൻ്റെ ഫ്യൂസ് നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് റെഡ്യൂസ് ചെയ്യാം. എന്നുവെച്ചാൽ വലിയ സ്വിച്ചും ചെറിയ ഫ്യൂസും അങ്ങനെയൊക്കെ ആയി വരാം. ആ ഫ്യൂസിൻ്റെ ആവശ്യം അതനുസരിച്ച് നമുക്ക് ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്. വെൻ സ്വിച്ച് ഫ്യൂസ് ഈസ് അവൈലബിൾ അറ്റ് ദ ഇൻകമർ സൈഡ് ഔട്ട്ലെറ്റ്, switch rating shall not be less than 1/10 of the incomer fuse. Maximum rating of fuse at the outlet shall be 1/2 of the incomer fuse rating. അതായത് നമ്മളൊരു ചെറിയ പാനലാണ് ചെയ്യുന്നത്, ട്രാൻസ്ഫോമറൊന്നും ഇല്ലാത്ത പാനലാവാം, ഉള്ളതും ആവാം, അത് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. അപ്പോൾ അതിൽ നമ്മൾ ഇൻകമർ സ്വിച്ച് ഫ്യൂസ് യൂണിറ്റാണ് ഉപയോഗിക്കുന്നതെന്ന് കരുതുക. അപ്പോൾ സ്വിച്ചിൻ്റെ വാല്യൂ എന്തോ ആയിക്കോട്ടെ, ഫ്യൂസിൻ്റെ ഒരു 100 ആംപിയറിൻ്റെ ഫ്യൂസാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡൗൺ സ്ട്രീമിൽ അടിയിൽ വരാൻ പോകുന്ന സ്വിച്ചിൻ്റെ വാല്യൂ മിനിമം 100ൻ്റെ 1/10, 100ൻ്റെ 1/10 എന്ന് പറഞ്ഞാൽ 10 ആംപിയറോ അതിന് മുകളിലുള്ള സ്വിച്ചും, ഫ്യൂസിൻ്റെ റേറ്റിങ്ങോ 100 ആംപിയറിൻ്റെ ഫ്യൂസാണ് ഇരിക്കുന്നതെങ്കിൽ ഇൻകമറിൽ ഔട്ട് ഗോയിങ് അതിൻ്റെ പകുതിയേ വരാൻ പാടുള്ളൂ, 50 ആംപിയറിൻ്റെ മാക്സിമം വരാൻ പാടുള്ളൂ എന്നുള്ള കാര്യം കൂടി ആണ് ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്. ഇത് ഞാൻ ഓൾറെഡി വേറൊരു വീഡിയോയിൽ ഇത് സമ്മറൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കുറച്ചും കൂടി അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. മറ്റേ സൂപ്പർവൈസർ ലൈസൻസിന് വേണ്ടി ഉള്ള ഇൻ്റർവ്യൂ ക്വസ്റ്റ്യനിലുള്ളൊരു ഇതിലാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ബസ് കപ്ലർ ഐസൊലേറ്റർ ഷാൽ ബി ഓഫ് സെയിം റേറ്റിംഗ് ആസ് ദാറ്റ് ഓഫ് ഇൻകമർ. അപ്പോൾ നമുക്ക് ബസ്സസ് കപ്പിൾ ചെയ്യേണ്ട ഇതിലൊക്കെ കേസുകളിൽ നമ്മുടെ ഐസൊലേറ്ററിൻ്റെ അതേ ഇൻകമറിൻ്റെ അതേ റേറ്റിംഗ് ആയിരിക്കണം ബസ് കപ്ലർ ഉപയോഗിക്കേണ്ടത്, ഡ്രോവർ ടൈപ്പ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് എന്നുള്ള കേസും കൂടി ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ 2 പോയിൻറ്റും കൂടി പറഞ്ഞ് ഈ വീഡിയോ തുറക്കാലം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, കാരണം ഇത് ഭയങ്കര ലെങ്തി ആയി പോകും. മാക്സിമം റേറ്റിംഗ് ഓഫ് ഫ്യൂസ് ആൻഡ് ഐസൊലേഷൻ ഷാൽ ബി ലിമിറ്റഡ് ടു 630 and 800 റെസ്പെക്റ്റീവ്ലി. ഫ്യൂസും ഐസൊലേറ്ററൊക്കെ ഉപയോഗിക്കുമ്പോൾ ഫ്യൂസ് മാക്സിമം 630 ആംപിയറും ഐസൊലേറ്റേഴ്സ് മാക്സിമം 800 ആംപിയറിൻ്റെ ഒക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. മിനിമം ഫ്രണ്ട് ക്ലിയറൻസ് ഓഫ് 1.5 മീറ്റർ ഷാൽ ബി പ്രൊവൈഡ് ഫോർ ഡ്രോ ടൈപ്പ് ബ്രേക്കേഴ്സ്. നമ്മൾ ഡ്രോ ടൈപ്പ് ACB ഒക്കെ ഉപയോഗിക്കുമ്പോഴോ VCB ഇതിപ്പോൾ MV സൈഡിലെ പറയുന്നത്, അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ടൈമിൽ 1.5 മീറ്റർ ഗ്യാപ്പ് വേണം. നമ്മൾ ഇത് വലിച്ച് പുറത്തേക്ക് എടുത്തിട്ട് നമുക്ക് മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു കാര്യത്തിന് വേണ്ടിയാണ് 1.5 മീറ്റർ ഗ്യാപ്പ് ഇതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത്. തൽക്കാലം നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് കട്ട് ചെയ്യാം, 20 പോയിൻറ്റ്സ്. ബാക്കിയുള്ള കുറച്ച് പോയിൻറ്റ്സും കൂടി ഉണ്ട്, അത് അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാം.